പ്രിയപ്പെട്ട എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും അതിജീവിച്ച് എല്ലാവർക്കും നന്മ വരുന്ന ദിനങ്ങളാകട്ടെ എല്ലാ ദിനങ്ങളുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുസ്മരണയോടുകൂടി നമുക്ക് തുടങ്ങാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ്, ലൈക്ക്, ഷെയർ എന്നിവ നൽകിയും സഹായിക്കണമെന്ന് ഭഗവത് നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഒരു സന്യാസിക്ക് പ്രായം ഏറെയായി. ഊന്നുവടി ഉപയോഗിച്ചാണ് അദ്ദേഹം നടന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും ആകൃഷ്ടനായിരുന്ന ഒരു ധനവാൻ ഒരിക്കൽ അദ്ദേഹത്തെ സന്ദർശിച്ച് ഒരു സ്വർണത്തിൻ്റെ ഊന്നുവടി അദ്ദേഹത്തിന് സമ്മാനമായി നൽകി. കുറേ നേരം അതിൽ നോക്കിയ ശേഷം സന്യാസി അത് ധനവാന് തന്നെ തിരികെ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിവിടെ വെച്ചാൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. മറ്റുള്ളവർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതൊന്നും ഞാനിവിടെ സൂക്ഷിക്കാറില്ല. തങ്ങൾ സ്വന്തമാക്കുന്നതൊന്നും ആർക്കും പൂർണ്ണ സംതൃപ്തി നൽകാറില്ല. അത് യാചകനായാലും കോടീശ്വരനായാലും. ഓരോ സ്വപ്ന സാക്ഷാത്കാരവും നൈമിഷികമായ സംതൃപ്തി മാത്രമേ നൽകുന്നുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും കൂടുതൽ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ ഓടിത്തുടങ്ങും. സംതൃപ്തമായ മനസ്സ് സ്വയം തൃപ്തിപ്പെട്ടതായി സ്വീകരിക്കുന്ന മാർഗമാണ് പുതിയതിലേക്കുള്ള യാത്ര. പഴയതിൻ്റെയും ശീലിച്ചതിൻ്റെയും വിരസതയിൽ നിന്ന് രക്ഷപ്പെടാനായി അവർ കാണുന്നതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആഗ്രഹപൂർത്തീകരണം മാത്രമായിരിക്കരുത് ജീവിത ലക്ഷ്യം. നാം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് പലതും മറ്റു പലരും ആഗ്രഹിക്കുന്നവയാകാം. പുറമേ നിന്ന് ലഭിക്കുന്ന സന്തോഷങ്ങളെല്ലാം ഒരളവിൽ പ്രലോഭനങ്ങളായി മാറാം. അവനവൻ്റെ ഉള്ളിലാണ് ആനന്ദം തിരയേണ്ടതും കണ്ടെത്തേണ്ടതും. സ്വന്തമാക്കിയതൊന്നും എക്കാലവും ആരുടെയും സ്വന്തമായിരിക്കില്ല. അവകാശികൾ മാറി മാറി വരും. നിത്യതയിലേക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്നവയെ വേണം നാം സ്വന്തമാക്കുവാൻ. എന്തൊക്കെ കൈവശപ്പെടുത്തി എന്ന് മാത്രമല്ല, എന്തൊക്കെ മറ്റുള്ളവർക്കായി വിട്ടുകൊടുത്തു എന്നതുകൂടെയാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ അളവുകോലാകേണ്ടത്. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. നന്ദി, നമസ്കാരം. കാളിദാസ്.